ഷൂട്ടിംഗ് സമയത്ത് പനി പിടിച്ച് അവശയായിരുന്നപ്പോൾ പോലും ഒരു കുളിസീനിൽ നഗ്നയായി അഭിനയിക്കാൻ ആവശ്യപ്പെട്ട സംവിധായകരുണ്ടെന്ന് നടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിലെ കഥാപാത്രങ്ങളുടെ സത്യസന്ധമായ ആവിഷ്കാരം എന്നതുകൊണ്ട് തന്നെ സെൻസർ ബോർഡ് കത്രിക വെക്കാതെ ക്ലീൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു ചിത്രമായിരുന്നു ആദ്യ പാവം. മറ്റു ചില ഭാഷയിലെ വിതരണക്കാർ ഒരു സെക്സ് ചിത്രത്തിന്റെ പരിവേഷത്തോടു കൂടി എക്സ്ട്രാ ബിറ്റ് സീനുകൾ ഉൾപ്പെടുത്തി ചിത്രത്തിന്റെ ഉദ്ദേശശുദ്ധിയെ വികൃതമാക്കിയ മറ്റു പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമസ്കാരം, എല്ലാവർക്കും കെ ഡയറീസിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പൊ ഇന്നെന്താ സംഭവം? ശരീരത്തിലൊരു വസ്ത്രം പോലും ധരിക്കാതെ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച നായിക നടിയെ പറ്റി. ആരാ അത്? ആദ്യ പാപം എന്ന സിനിമയിലെ നായിക നടിയായ അഭിലാഷ. പാപം എന്ന സിനിമയുടെ ചിത്രീകരണം കർണാടകയിലെ കോലാറിനടുത്തുള്ള വനമേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിലെ നായിക നടിയായ അഭിലാഷ സംവിധായകനോട് ഒരു സംശയം ചോദിക്കാൻ ഇടവരുന്നു. തന്റെ ശരീരഭാഗത്തിലെ ഹെയർ റിമൂവ് ചെയ്യണമെന്ന് മേക്കപ്പ് മാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ സംശയം ഉടലെടുത്തത്. ഭൂമിയിലെ ആദ്യ മനുഷ്യരായ ആദവും ഹവ്വയും കൃത്യമായി ശരീരത്തിലെ ഹെയർ റിമൂവ് ചെയ്ത് തന്റെ ശരീരം സൂക്ഷിച്ചവരാണോ? അഭിലാഷയുടെ പ്രസക്തമായ ചോദ്യത്തിന് പെട്ടെന്ന് സംവിധായകന് ഉത്തരം പറയാൻ സാധിച്ചില്ല. സിനിമയുടെ സൗന്ദര്യത്തിനും സൗകര്യത്തിനും വേണ്ടി ചില റിയാലിറ്റികൾ നമ്മൾ മനഃപൂർവ്വം മറന്നേ പറ്റൂ എന്നായിരുന്നു സംഘാടകരുടെ ഉത്തരം. അത്രയേറെ കഥാപാത്രത്തെ മനസ്സിൽ ആവാഹിച്ചായിരുന്നു അഭിലാഷ ഹവ്വയായി മാറിയതെന്നതാണ് സത്യം. ഷോർട്ട് റെഡി എന്ന് പറയുമ്പോൾ സംവിധായകൻ ആവശ്യപ്പെട്ടതുപോലെ പൂർണ്ണ നഗ്നയായി ക്യാമറയ്ക്ക് മുന്നിൽ ഒരു മടിയുമില്ലാതെ വരാൻ ധൈര്യം കാണിച്ച ആ നടിയെ ഒപ്പം സഹകരിച്ച സാങ്കേതിക പ്രവർത്തകർ ഇന്നും സ്മരിക്കുന്നു. നായക നടനായ വിമൽ രാജിന് പോലും ക്യാമറയ്ക്ക് മുന്നിൽ പൂർണ്ണ നഗ്നനായി വരുന്നതിൽ ചമ്മലും മടിയും പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ നായികയായ അഭിലാഷയാണ് നായകന് വേണ്ട സപ്പോർട്ട് നൽകിയിരുന്നത്. ബൈബിളിലെ ആദം ഹവ്വ എന്നീ കഥാപാത്രങ്ങളെ കേന്ദ്രമാക്കി പി ചന്ദ്രകുമാർ എന്ന സംവിധായകൻ ആദ്യ പാപം എന്ന സിനിമ പ്ലാൻ ചെയ്തപ്പോൾ അതിൽ നായിക നടിയായി ആരെ കാസ്റ്റ് ചെയ്യണമെന്നത് വളരെ വലിയൊരു ചോദ്യമായിരുന്നു. അതിനായി തെന്നിന്ത്യയിലെയും ബോളിവുഡിലെയും പല നടിമാരെ സമീപിച്ചെങ്കിലും തന്റെ ശരീരം മറക്കാതെ പിറന്ന പടി അഭിനയിക്കണം എന്നതുകൊണ്ട് പലരും അതിൽ നിന്ന് പിന്മാറി. ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയായിരുന്നു ആദ്യം അവയും എന്നതുകൊണ്ട് തന്നെ കാഴ്ചയിൽ മോശമില്ലാത്തവരാവണം കഥാപാത്രത്തെ അഭിനയിക്കുന്നതെന്ന് സംവിധായകന് നിർബന്ധമുണ്ടായിരുന്നു. എസ്റ്റാബ്ലിഷ് നടികളെല്ലാം പിന്മാറിയതിനെ തുടർന്ന് പിന്നെ പുതുമുഖ നായികമാരെ അന്വേഷിച്ചായിരുന്നു സംവിധായകന്റെ യാത്ര. കോടമ്പക്കവും കഴിഞ്ഞ് കൽക്കത്ത, മുംബൈ, ബാംഗ്ലൂർ എന്നീ നഗരങ്ങളും കഴിഞ്ഞ് ചുവന്ന തെരുവുകളിൽ പോലും സംവിധായകൻ നായികയെ തേടി അലഞ്ഞു. ബ്രോക്കർ മുഖാന്തരം റെഡ് സ്ട്രീറ്റിലെ ചില യുവ നടികൾ പൂർണ്ണ നഗ്നയായി അഭിനയിക്കാമെന്ന് സമ്മതിച്ചെങ്കിലും ക്യാമറ ടെസ്റ്റിൽ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമൊന്നും വരാത്തതിനാൽ ആ ശ്രമങ്ങൾ ഉപേക്ഷിച്ചു. ഹവ എന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഏകദേശം 650ഓളം സ്ത്രീകളെ താൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് സംവിധായകൻ തന്നെ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. നായികയെ ലഭിക്കാതെ പ്രൊജക്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് സംവിധായകൻ കരുതിയിരുന്നപ്പോഴാണ് യാദൃശികമായി കോടമ്പക്കത്തെ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുന്ന അഭിലാഷയെ സംവിധായകൻ കാണുന്നത്. അഭിനയമോഹികളുടെ താവളമായിരുന്നു കോടമ്പക്കം അക്കാലത്ത്. അതുകൊണ്ട് തന്നെ ചാൻസ് അന്വേഷിച്ചു നടക്കുന്ന ഒരു പുതുമുഖമാണെന്ന് കണ്ട മാത്രയിൽ തന്നെ സംവിധായകന് മനസ്സിലായി. കാറ് സൈഡിലാക്കി ചന്ദ്രകുമാർ തന്റെ വിസിറ്റിംഗ് കാർഡ് അഭിലാഷയ്ക്ക് നൽകി തന്നെ പരിചയപ്പെടുത്തി. കർണാടകയിലെ കൂർഗ് എന്ന സ്ഥലത്ത് നിന്ന് അഭിനയമോഹവുമായാണ് അഭിലാഷ കോടമ്പക്കത്തേക്ക് വരുന്നത്. എന്നാൽ വിചാരിച്ച പോലെ ചാൻസ് ഒന്നും ലഭിക്കാത്തതിനെ തുടർന്ന് ഹോട്ടലിലെ ക്യാബറെ നൃത്തക്കാരിയായി ജോലി ചെയ്തു. 80-90 കാലഘട്ടങ്ങളിൽ മദ്രാസിലെ പല ഹോട്ടലുകളിലും ക്യാബറയും ഫ്ലോ ഡാൻസും സജീവമായിരുന്നു. തന്റെ ജീവിത പശ്ചാത്തലം തുറന്നു പറഞ്ഞ അഭിലാഷ താൻ ഏത് വേഷം ചെയ്യാനും തയ്യാറാണെന്ന ഉറപ്പോടെ തന്നെ ക്യാമറ രംഗത്തേക്ക് പരിചയപ്പെടുത്തിയ ഏജന്റിന്റെ ഫോൺ നമ്പറും വിലാസവും ചന്ദ്രകുമാറിന് കൈമാറുന്നു. തുടർന്ന് ക്യാമറ വേഷത്തിൽ അഭിലാഷയെ കാണണമെന്ന ഉദ്ദേശത്തോടു കൂടി ചന്ദ്രകുമാറും കൂട്ടരും ഹോട്ടലിൽ പോകുന്നു. നാമമാത്രമായ വസ്ത്രത്തിൽ അർദ്ധനഗ്നയായി നൃത്തം ചെയ്യുന്ന അഭിലാഷയുടെ മേനിയഴകും ശരീരവടിവും കണ്ട് ഇത് തന്നെയാണ് തന്റെ ഹവ എന്ന് സംവിധായകൻ മനസ്സിലുറപ്പിക്കുന്നു. ഏജന്റ് മുഖാന്തരം താൻ നായികയായി സെലക്ട് ചെയ്തുവെന്ന് സംവിധായകൻ അഭിലാഷയെ അറിയിക്കുന്നു. തനിക്ക് എത്ര രൂപ പ്രതിഫലം കിട്ടുമെന്നായിരുന്നു ആ പ്രാരാബ്ധക്കാരിയുടെ ചോദ്യം. എത്ര പ്രതീക്ഷിക്കുന്നു എന്ന് സംഘാടകർ ചോദിക്കുന്നു. പൂർണ്ണ നഗ്നയായി അഭിനയിക്കുന്നത് കൊണ്ട് തനിക്ക് 5000 രൂപ പ്രതിഫലമായി വേണമെന്ന് അഭിലാഷ പറയുന്നു. 5000 രൂപ അഡ്വാൻസ് ആയും 25000 രൂപ പ്രതിഫലമായി ഉറപ്പിക്കാമെന്ന് സംഘാടകർ അഭിലാഷയെ അറിയിക്കുന്നു. കൂർഗി എന്നറിയപ്പെടുന്ന കുടകിലെ ഒരു സാധാ മുസ്ലിം കുടുംബത്തിലായിരുന്നു അഭിലാഷയുടെ ജനനം. 4 പെൺമക്കളിൽ മൂത്തവൾ. ബാപ്പ ഒരു ലോറി ഡ്രൈവർ ആയിരുന്നു. തീർത്തും ദാരിദ്ര്യത്തെ അതിജീവിക്കുന്ന ഒരു കുടുംബം.
ടൂറിസ്റ്റ് കേന്ദ്രം കൂടെയായ കുടകിൽ അന്നത്തെ കാലത്ത് പട്ടിണിപ്പാവങ്ങളായ യുവതികൾ ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു. ഇന്നത്തെ കാലത്ത് അതിജീവനത്തിന് വേണ്ടി ദുബായ് പോലുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ബാർ സപ്ലയറായും ഡാൻസേഴ്സായും അവർ ചേക്കേറപ്പെട്ടിരുന്നു. അതിലൊരാളായ അഭിലാഷ അഭിനയമോഹം കൊണ്ടാണ് കുടകിൽ നിന്നും കോടമ്പക്കത്തേക്ക് വരുന്നത്. നായികയെ കിട്ടിയതും ചന്ദ്രകുമാർ ഷൂട്ടിങ്ങിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. നടൻ റിയാസ് ഖാന്റെ ഫാദറായ റഷീദ് എന്ന നിർമ്മാതാവ് മുഖാന്തരമാണ് RB ചൗധരി എന്ന ഫിനാൻസറുമായി പ്രൊജക്ടിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. 7 ലക്ഷത്തിൽ തീരുന്ന പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം കൈകൊടുക്കുന്നു. അത് കഴിഞ്ഞ് പല ഭാഷകളിലായി റിലീസ് ചെയ്യുന്ന ആദ്യപാപം എന്ന ചിത്രം കോടികൾ കൊയ്യുന്നു. ബൈബിളിലെ കഥാപാത്രങ്ങളുടെ സത്യസന്ധമായ ആവിഷ്കാരം എന്നതുകൊണ്ട് തന്നെ സെൻസർ ബോർഡ് കത്രിക വെക്കാതെ ക്ലീൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു ചിത്രമായിരുന്നു ആദ്യപാപം. കൂടാതെ മറ്റു പല ഭാഷകളിലേക്ക് മൊഴിമാറ്റത്തിലൂടെ റിലീസ് ചെയ്തതും ഒരു സത്യസന്ധമായ ചലച്ചിത്രാവിഷ്കാരം എന്ന മൂല്യത്തോടു കൂടിയാണ്. എന്നാൽ മറ്റു ചില ഭാഷയിലെ വിതരണക്കാർ ഒരു സെക്സ് ചിത്രത്തിന്റെ പരിവേഷത്തോടു കൂടി എക്സ്ട്രാ ബിറ്റ് സീനുകൾ ഉൾപ്പെടുത്തി ചിത്രത്തിന്റെ ഉദ്ദേശശുദ്ധിയെ വികൃതമാക്കിയ മറ്റു പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നായികനായകന്മാരായ അഭിലാഷയ്ക്കും വിമൽ രാജിനും കൂടുതൽ പ്രതിഫലം ഓഫർ ചെയ്ത് അത്തരത്തിലുള്ള സീനുകൾ ആ സിനിമയിൽ തുന്നിച്ചേർത്തതായി അന്നത്തെ കാലത്ത് സിനിമാ വൃത്തങ്ങളിൽ ചർച്ചയുണ്ടായിരുന്നു. എന്തുതന്നെയാണെങ്കിലും 1988 മലയാളത്തിൽ റിലീസായ ആദ്യപാപം എന്ന ചലച്ചിത്രം അതിന്റെ സംഘാടകർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ക്ലീൻ മൂവി ആയിരുന്നു. ആദ്യപാപത്തിലൂടെ തന്നെ അഭിലാഷ സ്റ്റാറായി. തുടർന്ന് ചന്ദ്രകുമാറിന്റെ തന്നെ കാനനസുന്ദരികൾ, രതിഭാവം, തടവറയിലെ രാജാക്കന്മാർ, കൽപ്പന ഹൗസ്, ഉർവശി എന്നീ ചിത്രങ്ങളിലെല്ലാം അഭിലാഷയാണ് മാർക്കറ്റിംഗിനായി ഉപയോഗിച്ചത്. മലയാളത്തിന് പുറമെ കന്നഡ, തമിഴ്, തെലുങ്ക് എന്നിങ്ങനെ 80ഓളം ചിത്രങ്ങളിൽ ഈ കുടക് സുന്ദരി നായികയെ അഭിനയിച്ചു. ആദ്യ ചിത്രത്തിന്റെ ഇമേജ് കാരണം കൂടുതലും മസാല പടങ്ങളായിരുന്നു ലഭിച്ചത്. കൂടാതെ ഷൂട്ടിംഗ് സമയത്ത് പനി പിടിച്ച് അവശയായിരുന്നപ്പോൾ പോലും ഒരു കുളിസീനിൽ നഗ്നയായി അഭിനയിക്കാൻ ആവശ്യപ്പെട്ട സംവിധായകരുണ്ടെന്ന് നടി തന്നെ പറഞ്ഞിട്ടുണ്ട്. യാത്രാമധ്യേ യാദൃശികമായി കോടമ്പക്കത്തെ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നാണ് അഭിലാഷയെ കണ്ടെത്തിയതെന്ന് സംവിധായകൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതേ സംവിധായകന്റെ തന്നെ 1987 റിലീസായ ജംഗിൾ ബോയ്സ് എന്ന ചിത്രത്തിലും അഭിലാഷ തന്നെയാണ് നായികയായി എത്തിയിരിക്കുന്നത്. PH റഷീദാണ് ഇതിന്റെ നിർമ്മാതാവ്. ഇതിന് പിന്നിലുള്ള സത്യാവസ്ഥ എന്തെന്ന് ഇപ്പോഴും ചോദ്യചിഹ്നമായി തുടരുന്നു. പ്രാരാബ്ദം കൊണ്ടാണെങ്കിലും ആ പ്രായത്തിൽ നൂൽബന്ധമില്ലാതെ ഹവ്വ എന്ന ക്യാരക്ടറിനോട് 100% നീതി പുലർത്തിയ ഒരു ന്യൂജൻ ബോൾഡായ നായിക നടിയാണ് അഭിലാഷ എന്നത് അന്നത്തെ വിമർശകർ പോലും വാഴ്ത്തി എഴുതിയിരുന്നു. സ്വന്തം ഭാഷയായ കന്നഡയിലെ ആനന്ദ് നാഗ്, അംബരീഷ് എന്നീ സൂപ്പർ താരങ്ങളുടെ കൂടെ അഭിനയിക്കാൻ അവസരം ലഭിച്ചുവെങ്കിലും ഇതൊക്കെ മലയാളത്തിലെ ആദ്യപാപം എന്ന തന്റെ ചിത്രത്തിലൂടെയാണെന്ന് നന്ദിയോടെ അഭിലാഷ സ്മരിക്കുന്നു. കന്നഡയിലെ മ്യൂസിക് ഡയറക്ടറായ കബീറാണ് അഭിലാഷയെ വിവാഹം ചെയ്തത്. തന്നെ തേടി വരുന്നതെല്ലാം ഗ്ലാമർ വേഷങ്ങളായതുകൊണ്ട് തന്നെ വിവാഹശേഷം അഭിനയം മതിയാക്കി മുംബൈയിൽ നടി സെറ്റിൽഡായി. കബീർ അഭിലാഷ ദമ്പതികൾക്ക് ആദ്യമായി ഒരു പെൺകുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുട്ടിയെ നേരിൽ കണ്ട് അനുഗ്രഹിക്കണമെന്ന് ഫോണിലൂടെ വിളിച്ച് ചന്ദ്രകുമാറിനോട് അഭിലാഷ തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് ചെന്നൈയിലെത്തി മകളെ ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങിയ അഭിലാഷയുടെ ഗുരുഭക്തിയെ സംവിധായകൻ ചന്ദ്രകുമാർ ഇപ്പോഴും സ്മരിക്കുന്നു. ഇപ്പോൾ കുടുംബസമേതം ബാംഗ്ലൂരിൽ സെറ്റിൽഡായ അഭിലാഷ ഒരു ബ്യൂട്ടി പാർലറിന്റെ ഉടമസ്ഥ കൂടിയാണ്. മകൾ മിൻസാര മിടുമിടുക്കെ വളരുന്നു. തന്റെ മകളെ സിനിമയിൽ അഭിനയിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നൃത്തവും പരിശീലിപ്പിക്കുന്നു. തനിക്ക് ലഭിക്കാതെ പോയ നല്ലതരം വേഷങ്ങൾ തന്റെ മകളിലൂടെ ലഭിക്കണമെന്നാണ് അഭിലാഷയുടെ അഭിലാഷം. കൂടാതെ വെള്ളിത്തിരയിൽ മിന്നിത്തിളങ്ങുന്ന മുന്നണി നായികയായി മിൻസാര മാറട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പാദമുദ്ര എന്ന ചിത്രത്തിന് ശേഷം സംവിധായകൻ R സുകുമാരൻ രാജശില്പിയുടെ കഥയുമായി മോഹൻലാലിനെ സമീപിച്ചപ്പോൾ നൃത്ത പ്രാധാന്യമുള്ള നായികാവേഷം ഭാനുപ്രിയ ചെയ്യുകയാണെങ്കിൽ തന്റെ ഡേറ്റ് ഉടനെ തന്നെ തരപ്പെടുത്തി തരാമെന്ന് ലാൽ പറഞ്ഞു. പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം എന്ന ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ നനഞ്ഞു കുതിർന്ന ദുർഗയും മോഹൻലാലിന്റെ ശംഭു എന്ന കഥാപാത്രവും തമ്മിലുള്ള രംഗങ്ങൾ പ്രേക്ഷകരെ വളരെയധികം ആകർഷിച്ചിരുന്നു. കലാപരമായ നിങ്ങളുടെ ഏത് കഴിവുകളും ഇപ്പോൾ സൗജന്യമായി സ്റ്റുഡിയോയുടെ വെബ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.rstudio.nexus.com സന്ദർശിക്കുക.